കാര്യം പറ, എന്തുവാ? ഒരു സന്തോഷ വാർത്തയാണ്. എന്താന്ന് പറ. പപ്പ ഇല്ലേ, പപ്പ, എന്റെ പപ്പ നമ്മളെ കല്യാണത്തിന് സമ്മതിച്ചു. സമ്മതിച്ചെന്നോ? സത്യമാണോ? പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കാൻ? ഇന്നലെ പപ്പ എന്നെ വിളിച്ച് സംസാരിക്കണം പറഞ്ഞില്ലേ? ഞാൻ പോയി. ഞാൻ കുറെ ടെൻഷൻ, എന്താണ് സംഭവം, പറയാന്ന് പറഞ്ഞിട്ട് രാത്രിയായി. അപ്പൊ എനിക്ക് തോന്നുന്നു നിനക്ക് അവളോട്ട് വല്ല ബന്ധമുണ്ടോ? ഞാൻ പെട്ടെന്ന് എന്തായിരിക്കും പറയണേ? ഞാൻ ഇല്ല. അപ്പൊ ഇല്ലേ? അപ്പൊ ഞാൻ ഇല്ല. എടാ ഉണ്ടായില്ലേ? ഞാൻ ഇല്ല. എന്നാ നീ ഉണ്ടാക്കണം, എന്നിട്ട് നീ അവളെ പ്രേമിക്കണം, എന്നിട്ട് കെട്ടണം. അല്ല ടോമി, ഇനി പപ്പ വല്ലതും കഴിച്ചതിന്റെ പുറത്ത് പറഞ്ഞാണെങ്കിൽ? കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ അതിന്റെ പുറത്ത് പറഞ്ഞായിരിക്കുന്നേ. അതല്ലെന്ന്. എന്നിട്ട് പപ്പ വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ആയിരിക്കണം, എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ചെയ്യണം. എന്റെ അടുത്ത സംഭവം കൂടെ നീ കേട്ടോ. പപ്പ പറയല്ലേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ താമസിച്ചാൽ മതി വീട്ടില്. എന്റെ കർത്താവേ, ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുകയാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നമ്മുടെ വീട്ടില് ഇവിടെയാന്ന് ചോദിച്ചു. എടാ നമ്മുടെ വീട്ടിലാ, നിനക്ക് ഞാൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് സന്തോഷമായ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമുണ്ട്. ഞാൻ നിന്നെ വിളിച്ച് പറയാം. പിന്നെ എനിക്കിത് പറയുമ്പോ നിന്റെ മുഖം എങ്ങനെയൊന്നും നീ കാണണം ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ മാറ്റി പറയാന്നോ? എന്നിട്ട് ഞാൻ വീണ്ടും പപ്പ എടുത്ത് പപ്പ ഇന്നലെ പറഞ്ഞ നീ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞ എന്നെ വീണ്ടും വളരെ കുറെ കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ തറയിലാണോ എയറിലാണോ എനിക്കൊന്നും മനസ്സിലാവും. അല്ല ടോമേ, ഇത്ര പെട്ടെന്ന് പപ്പ കല്യാണത്തിന് സമ്മതിക്കാൻ എന്താ കാര്യം? എന്തോ കാര്യമുള്ളവരാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അറിഞ്ഞൂടെ. മമ്മിയോട് പറഞ്ഞോ? മമ്മിയടുത്തൊക്കെ പപ്പ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ആരും പറയണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എവിടേക്കോ എനിക്കൊരു സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് പപ്പ അത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കുന്നത് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതാണ്, ആരൊക്കെ ഇല്ലെങ്കിലും ദൈവം നമ്മളോടെയാണ്. അതാണ് ലാസ്റ്റ് പപ്പയുടെ മനസ്സ് മാറിയത്. എനിക്ക് ഏറ്റവും ടെൻഷൻ പപ്പയുടെ ഞാൻ എങ്ങനെ പറയുന്നത്, പപ്പയുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. എന്തായാലും അതിൽ നമുക്കൊരു ആശ്വാസമായല്ലോ. അതെ, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? സംഭവങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പപ്പയുടെ നീ അങ്ങ് പറ. ടോമിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാലോ. ഈ ലോകത്ത് ആര് സമ്മതിച്ചാലും നമ്മുടെ തമ്മിലുള്ള കല്യാണത്തിന് എന്റെ പപ്പ സമ്മതിക്കത്തില്ല. ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതുപോലെ ആയിരുന്നില്ല എന്റെ പപ്പയും. പപ്പ പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചില്ലേ. പപ്പ എന്റെ അടുത്ത് പറഞ്ഞ് നിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ടോമെ, എന്റെ പപ്പയുടെ കാര്യം നിനക്ക് അറിയാലോ. ആര് പോയി പപ്പ എടുത്ത് സംസാരിക്കും? നീ പോയി സംസാരിക്കോ? ഇല്ല, പപ്പ സമ്മതിക്കത്തില്ല. ടോമിനോട് അത്രയും ദേഷ്യമുണ്ട് പപ്പയ്ക്ക്. അത് സാരമില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും എന്റെ പപ്പയ്ക്ക് നിന്റെ പപ്പയ്ക്ക് ഒരേ സ്വഭാവമാണ്. അപ്പം മിക്കവാറും സമ്മതിച്ചാലോ? ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ടോമിന്റെ പപ്പ ഇത്ര പെട്ടെന്ന് നമ്മുടെ കല്യാണത്തിൽ സമ്മതിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കല്യാണം ഞാൻ ലൈറ്റ് ആയിട്ടാ. എനിക്ക് കുറെ ഭാരം അങ്ങ് പോയി. ഞാൻ പപ്പ എടുത്ത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചോണ്ടാണ്. അപ്പൊ പപ്പ എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കണം.